ഹായ്, വെൽക്കം ബാക്ക് ടു മായ ബാല വ്ളോഗ്സ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി മലനിരകളുടെ അടിവാരത്തെ മനോഹരമായിട്ടുള്ള ഒരു ഡാമാണ് പോത്തുണ്ടി ഡാം. ഇന്ന് ഈ ഡാമിൻ്റെ കുറച്ച് കാര്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങളിവിടെ എത്തിച്ചേർന്നപ്പം മനോഹരമായ പാർക്കിംഗ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നെല്ലിയാമ്പതിക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ ഈ പോത്തുണ്ടി ഡാം സന്ദർശിച്ചത്. എൻട്രൻസ് ഇതാണ്. ഇവിടെ ഒരു ചെറിയ ടിക്കറ്റും ഒക്കെ എടുത്താണ് നമ്മൾ അകത്ത് കയറേണ്ടത്. 20 രൂപയൊക്കെ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. അപ്പം നമ്മളിതിനകത്തോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ നല്ല ഭംഗിയുള്ള, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു നല്ല ഗാർഡൻ കാണാം. നമ്മൾ ആദ്യം ഡാം സന്ദർശിച്ചിട്ട് ഗാർഡൻ മുഴുവൻ കാണാമെന്നുള്ള രീതിയിൽ ഈ ഒരു നടപ്പാതയിലൂടെ മുന്നോട്ട് പോകുക. സൈൻ ബോർഡും ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് മുകളിലോട്ട് പോകാൻ. ഈ പൂന്തോട്ടത്തിൻ്റെ നടുക്കൂടെയുള്ള ഒരു വഴിയിലൂടെ തന്നെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് മുകളിലോട്ട് പോവുകയാണ്. നല്ല ഒരു കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഒരുവിധം നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ആ പൂന്തോട്ടത്തിൻ്റെ നടുക്കൂടെ പോകുമ്പോൾ ഇതുപോലുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ എത്ര മനോഹരമാണെന്ന് നോക്കി ഈ ഒരു പ്രകൃതി ഭംഗി കാണാൻ. എൻ്റെ മേഘമൊക്കെ ഇങ്ങനെ താഴെ വന്ന് നിൽക്കുന്ന പോലെ നമുക്ക് കാണാം. ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഡാമിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറിപ്പോകാം കേട്ടോ ഞങ്ങളെല്ലാവരും. എന്തായാലും ഒരു കുട വേണമായിരുന്നു, നല്ല ചൂടുള്ള സമയമായിരുന്നു. മഴക്കാലമാണെങ്കിലും കുറച്ച് ചൂടൊക്കെ ഉണ്ടായിരുന്നു. ഈ മുകളിലോട്ട് ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആ പ്രകൃതിയുടെ ഭംഗി ക്യാമറയിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1968 ആണ് ഈ ഡാം നിർമ്മിച്ചത്. ജലസേചനത്തിനും അതുപോലെ തന്നെ കുടിവെള്ള വിതരണത്തിനുമായിട്ടാണിത് ഈ ഡാമിൽ നിന്നുള്ള വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത്. എന്ത് ഭംഗിയാണ്, എനിക്ക് അതിൻ്റെ പ്രകൃതി ഭംഗിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അവിടെ നോക്കിയാൽ നമുക്ക് ഈ ഒരു ഡാമിൻ്റെ മുഴുവൻ ഭംഗിയും ആസ്വദിക്കാം. അങ്ങനെ നമ്മൾ ആ ഡാമിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണേ. ഇതാ നോക്കൂ, പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ഒരിക്കലെങ്കിലും ഈ ഒരു ഡാമിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലവും അതുപോലെ തന്നെ ഈ ഒരു പ്രകൃതി ഭംഗിയെ ആസ്വദിക്കാൻ ഈ പാലക്കാട് വരണേ. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം താഴേക്ക് ഇറങ്ങി വരികയാണ്. ഈ സ്റ്റെപ്പെല്ലാം നമ്മൾ കയറിയിട്ട് വീണ്ടും താഴോട്ട് ഇറങ്ങി വരികയാണ്. ഇനി നമുക്ക് കുറച്ച് ഗാർഡൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു താഴോട്ട് വരുവാണ്. നല്ല ചൂടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അധിക സമയം അവിടെ നിൽക്കാനും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് താഴത്തെ ഗാർഡൻ്റെ കാഴ്ചയൊക്കെ ഒന്ന് കാണാം. നന്നായിട്ട് അവർ വൃത്തിയായിട്ടും ഒക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഈ ഗാർഡനിലുണ്ട്. എല്ലാവർക്കും ഇരിക്കാനും അതുപോലെ തന്നെ ചെടികളും പൂക്കളും കൊണ്ടൊക്കെ മനോഹരമാക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അഡ്വഞ്ചർ പാർക്കിംഗ് തന്നെയായിരുന്നു ഇത്. കുട്ടികൾക്കൊക്കെ ഉള്ള കളിസ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ മുതിർന്നവർക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് തന്നെയാണ് ഈ ഒരു പോത്തുണ്ടി ഡാമിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഗാർഡൻ. നന്നായിട്ട് അവർ ചെടികളൊക്കെ നന്നായിട്ട് പരിചരിച്ച് പോരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗാർഡൻ. ഇപ്പോൾ നമ്മളവിടുത്തെ ഗാർഡൻ്റെ ഭംഗിയെല്ലാം കണ്ട് ആസ്വദിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഏകദേശം ഞങ്ങളൊരു അരമണിക്കൂറോളമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. കാരണം നെല്ലിയാമ്പതിയിലൂടെ നമുക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത്ര നല്ല ഒരു കഠിനമായ ചൂടുമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എല്ലാം കണ്ട് തിരിച്ചിറങ്ങുകയാണ്. അതേ വഴിയിലൂടെ തന്നെ തിരിച്ചിറങ്ങുകയാണ്. പാർക്കിംഗ് സ്ഥലത്ത് പോയി നമ്മുടെ വണ്ടിയൊക്കെ എടുത്ത് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതുപോലെ തന്നെ അവിടെ അത്യാവശ്യം ഐസ്ക്രീമും
വെള്ളം കുടിക്കാനോ ചെറിയ സ്നാക്സ് കഴിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ പുറത്തൊരുക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ മനോഹരമായ ഒരു നല്ല സ്ഥലം തന്നെയാണ് ഈ പോത്തുണ്ടി ഡാം. എപ്പോഴെങ്കിലും നിങ്ങൾ നെല്ലിയാമ്പതിക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു പോത്തുണ്ടി ഡാം സന്ദർശിക്കുകയും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് സ്വന്തം മായ.